ഹായ് ഹലോ ഡിയേഴ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? കുറേ നാൾക്ക് ശേഷം ഞാനിന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ വഴിയേ പറയാം കേട്ടോ വീഡിയോസിൽ. അപ്പം ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റു വിശാൻകുട്ടിന് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് അല്ല ലഞ്ചായിട്ട് എഗ് റൈസ് ഉണ്ടാക്കാമെന്നാണ് കരുതിയത്. അപ്പം ഞാൻ അതിന് ഇന്നലെ തന്നെ റൈസൊക്കെ വേവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് വേണ്ടിയിട്ട് സവാളയും ക്യാരറ്റും മുട്ടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് പുട്ടാണ്, പുട്ടിനൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെന്താ പറയുക, ചിരട്ടപ്പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ പാല് തിളപ്പിച്ച് വെച്ചു. ഞാൻ എഗ് റൈസ് ഇവിടെ ഉണ്ടാക്കി. എഗ് റൈസിൻ്റെ റെസിപ്പി എടുക്കാൻ എനിക്ക് പറ്റിയില്ല, പക്ഷെ ഞാൻ എന്തായാലും ഒരു ദിവസം എഗ് റൈസിൻ്റെ റെസിപ്പി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റിൽ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു എഗ് റൈസാണ് കേട്ടോ. ഷമ്മന് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഇടയ്ക്ക് ചായയുടെയും കാര്യങ്ങളെല്ലാം നടന്നു, ചായക്ക് ഇട്ടു. പിന്നെ എന്താ പറയുക, പെട്ടെന്ന് പുട്ടുണ്ടാക്കാൻ നേരം അപ്പത്തിന് ഷമ്മൻ കുളിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് പുട്ടുണ്ടാക്കി കൊടുക്കാൻ നേരത്തി. പിന്നെന്താണ്, അപ്പം എന്താണ് ഷമ്മൻ പല്ലൊക്കെ തേച്ചിട്ട് ഇങ്ങോട്ട് കയറുകയാണ് കേട്ടോ. അങ്ങനെ അവന് കൊണ്ടുപോകാനും കഴിക്കാനും ഒക്കെ ഉള്ള റെഡിയാക്കി. പിന്നെ അവൻ്റെ യൂണിഫോമൊക്കെ അയൺ ചെയ്ത് വെച്ചു, ബുക്സുകളെല്ലാം എടുത്ത് വെച്ചു, എല്ലാം റെഡിയാക്കി. അപ്പോൾ എന്താണ് കുറച്ച് നാൾ വീഡിയോ ഇല്ലാത്തതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്താ പറയുക, നമുക്ക് വീട്ടിൽ പുതിയൊരു അതിഥി വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു, ഡെലിവറി കഴിഞ്ഞു. അത് മോണുട്ടനാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഇടയിൽ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റില്ലായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ എനിക്ക് തീരെയും പറ്റില്ലായിരുന്നു കേട്ടോ വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഒന്നും ഇടാതിരുന്നത്. ഇപ്പം നമ്മുടെ ഡെലിവറി കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, കുറച്ച് നാൾ കഴിഞ്ഞു. ഇപ്പം മോനൂസിന് 4 മാസമായി. അപ്പോൾ ഇനി തൊട്ട് എന്തായാലും വീഡിയോസൊക്കെ ഡെയിലി ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് നാൾ വീഡിയോ ഇല്ലാത്തത്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, നേരത്തെ സപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നേ. അപ്പോൾ എന്താ പറയുക, ഷമ്മനുള്ള ലഞ്ചും സ്നാക്സും എല്ലാം റെഡിയാക്കി അവൻ്റെ ലഞ്ച് ബാഗിലെല്ലാം പറക്കി വെച്ചു. കുറേ നാൾക്ക് ശേഷം വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു അപാകതകളും കാര്യങ്ങളൊക്കെ വീഡിയോസിൽ കാണാം. എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ ഇഷാനും വീഡിയോയുടെ മുന്നിൽ വരാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ, കുറച്ച് നാളായതുകൊണ്ട്. അങ്ങനെ പിന്നെ എന്താ പറയുക, അവനെ ബസ് സ്റ്റോപ്പിലോട്ട് കൊണ്ടുവിടാമെന്ന് കരുതി അവനെ റെഡിയാക്കി ഞങ്ങൾ ഇറങ്ങുകയാണ്. 7:45 ആകുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും കേട്ടോ. കുറച്ച് അങ്ങോട്ട് നടന്നാൽ മതി ബസ് സ്റ്റോപ്പിലോട്ട്. ദാണ്ടേ നമ്മുടെ വീടിൻ്റെ അടുത്ത് പുതിയ വീടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് വീടുകളൊക്കെ ആവുന്നുണ്ട് കേട്ടോ നമ്മുടെ സ്ഥലത്തുമൊക്കെ. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ എന്താ പറയുക ബസ് സ്റ്റോപ്പിലോട്ട് നടന്ന് പോവുകയാണ്. എന്താ പറയുക, അവൻ ഓടി പോകാൻ ഭയങ്കര ഒരു ഷൈ ആവുന്നുണ്ടായിരുന്നു കേട്ടോ, പിന്നെ വീഡിയോയുടെ മുന്നിൽ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ സമയത്തെല്ലാം കുഞ്ഞാവ് ഉണർന്നിരിക്കുകയായിരുന്നു. രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ എൻ്റെ കൂടെ തന്നെ കുഞ്ഞാവ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തത്. ഇപ്പോഴും അമ്മയുടെ കൊടുത്തിട്ടാണ് എന്നാൽ അവനെ കൊണ്ടുവിടാമെന്ന് കരുതിയത്. കൊണ്ടുവന്നിട്ട് വന്നിട്ടുണ്ട് പിന്നെ കുഞ്ഞാവെ ഉറക്കാറ് കേട്ടോ. എന്താ പറയുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് ഒന്നും ഇടാതിരുന്നത്. അപ്പോൾ നേരത്തെയൊക്കെ സപ്പോർട്ട് ചെയ്തപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. എന്താ പറയുക, നമ്മുടെ റോഡിൽ കൂടെ ഇഷാമോനെ കൊണ്ടുവിടുകയാണ് കേട്ടോ. കുഞ്ഞാവയുടെ പേര് ഇവാൻ എന്നാണ്. ഇഷാനും ഇവാനും രണ്ടുപേരുടെയും പേരാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഈശാമോനെ കൊണ്ടുവിട്ടു. ഈശാമോൻ്റെ ബസ്സൊക്കെ വന്നു. അങ്ങനെ അവനെ ബസ്സിലൊക്കെ കയറ്റി വിട്ട് അവന് ഇന്നും നാളെയും കൂടെ ഉള്ളു കേട്ടോ ക്ലാസ്. ഫ്രൈഡേ തൊട്ട് അവൻ എക്സാം തുടങ്ങുവാണ്. ഒരു വർഷം പെട്ടെന്നാണ് കേട്ടോ പോയത്. ഈ വർഷം മൊത്തം പ്രഗ്നൻസി ഡെലിവറി എന്നുള്ള ഒരു രീതിയിലാണ് പോയത് കേട്ടോ. എനിക്ക് ഈ വർഷം കംപ്ലീറ്റ് അതായത് ഇങ്ങനെ പോയത് കേട്ടോ. അങ്ങനെ ഷാമോനെ ബസ്സിലൊക്കെ കയറ്റി വിട്ടു. ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിൽ പോയിട്ട് കുറേ പണിയുണ്ട്. കുഞ്ഞാവെ ഉറക്കണം, ബാക്കി കാര്യങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിച്ചിട്ടില്ല. അതിന് ശേഷമാണ് കാര്യങ്ങളെല്ലാം നടത്തുന്നത്. അങ്ങനെ എന്താ പറയുക, പെട്ടെന്ന് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. പെട്ടെന്ന് വീട്ടിൽ പോയിട്ടാണ് കുഞ്ഞാവെ ഉറക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ എന്താ പറയുക, ഇങ്ങനെ നടന്നു പോവുകയാണ്. അവിടെ ആ വീട് പണിയുടെയൊക്കെ ജസ്റ്റ് ഒന്ന് എടുക്കാൻ നേർത്തിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തതാണ്. ഞാൻ വീട്ടിൽ വന്നിട്ട് പച്ചടിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഉണ്ടല്ലോ, അത് ഉണ്ടാക്കാൻ നേരത്തെ പൈനാപ്പിളൊക്കെ എടുത്ത് വേവിച്ചു. അതിനുള്ള അരപ്പൊക്കെ തയ്യാറാക്കി. അതിൻ്റെ ഇടയ്ക്ക് തുണി അലക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഈ സമയം കുഞ്ഞാവെ ഉറക്കി കേട്ടോ. കുഞ്ഞാവെ ഉറക്കിയതിന് ശേഷമാണ് ഞാൻ ഈ പരിപാടിക്കൊക്കെ ഇറങ്ങിയത്. അങ്ങനെ തുണിയെല്ലാം അലക്കി. അലക്കി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ വേലിൻ്റെ ഇടയിൽ കൂടെ, അതായത് നമ്മുടെ എന്താ പറയുക വാടിൻ്റെ ഇടയിൽ കൂടെ വീടിൻ്റെ ഒരു ഇത് വന്നപ്പോൾ നല്ല പ്രത്യേക ഒരു പച്ചപ്പും ഹരിതാപവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ നേരിടും കേട്ടോ. അങ്ങനെ അതെല്ലാം എടുത്തു.
അതെല്ലാം എടുത്തിട്ട് പിന്നെ എന്താ പറയുക പിന്നെ പച്ചടിയുടെ കാര്യം പച്ചടി അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വന്ന് വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പച്ചടി എല്ലാം അതെന്താ എല്ലാം വെന്ത് റെഡിയായി. പിന്നെ അതിന് അരപ്പൊക്കെ മിക്സ് ചെയ്തു. ഇനി അതിനകത്തോട്ട് കടുക് വറുത്തൊഴിക്കണം. അതിനുശേഷം തൈര് ഒഴിക്കണം. അതെല്ലാം ഇപ്പോഴല്ല, അതെല്ലാം നല്ല പച്ചടി തണുത്തതിന് ശേഷമാണ് കേട്ടോ തൈരെല്ലാം ഒഴിക്കുന്നത്. അങ്ങനെ നമ്മുടെ പച്ചടിയൊക്കെ ഇവിടെ തയ്യാറായി. പച്ചടിയുടെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പൈനാപ്പിൾ പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അതിനകത്തോട്ട് പോസ്റ്റ് ചെയ്തേക്കാവേ. അങ്ങനെ നമ്മൾ അപ്പോഴത്തേനും പച്ചടി റെഡിയായി മാറ്റി വെച്ചു. അതിനുശേഷം നമ്മുടെ തുണികളെല്ലാം കഴുകി കഴിഞ്ഞു. എന്നാൽ പിന്നെ അതുകൊണ്ട് വിരിക്കാമെന്ന് കരുതി. ഈ ടൈമിലെല്ലാം വാവ ഉറങ്ങുമായിരുന്നു. ഈ വാവ ഉറങ്ങുന്ന സമയത്താണ് കേട്ടോ ഇതെല്ലാം ചെയ്തത്. അപ്പം നമുക്കൊരു ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നു. അമ്മ അതെല്ലാം റെഡിയാക്കുകയാണ്. അങ്ങനെ തുണിയെല്ലാം വിരിച്ച് കഴിഞ്ഞാൽ അവിടെ നോക്കിയപ്പോൾ നമ്മുടെ നീല കളറിലെ ശംഖുപുഷ്പം പൂത്ത് നിൽക്കുന്ന കേട്ടോ. നല്ല പ്രത്യേക ഒരു ഭംഗിയാണ്. എന്ത് രസമാണ് നോക്കി ആ നീല ശംഖുപുഷ്പം പൂത്ത് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അതും നല്ല അടുക്കുള്ള ശംഖുപുഷ്പം ആയതുകൊണ്ട് അതൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അങ്ങനെ നീല ശംഖുപുഷ്പത്തിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ നേരത്തെ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തു. അതിനുശേഷം നോക്കിയപ്പോൾ നമ്മുടെ തെറ്റി പൂത്ത് നിൽക്കുന്നു. എന്നാൽ തെറ്റിപ്പോയിന് അല്ലെങ്കിൽ തെറ്റിക്ക് സങ്കടം വരില്ല. അതുകൊണ്ട് തെറ്റിയുടെ വീഡിയോയും കൂടി എടുക്കാൻ നേരത്തെ അങ്ങനെ തെറ്റി പൂവിൻ്റെ വീഡിയോയും എടുത്തു. അപ്പം നമുക്ക് വെള്ള ശംഖുപുഷ്പമുണ്ട്, എന്നാൽ അയാളുടെ വീഡിയോയും കൂടി എടുക്കാം, അല്ലെങ്കിൽ അയാൾക്ക് സങ്കടം വരില്ലേ, മോശമല്ലേ എന്ന് കരുതിയിട്ട് നമ്മൾ എന്താ പറയുക വെള്ള കളറിലെ ശംഖുപുഷ്പത്തിൻ്റെയൊക്കെ വീഡിയോ എല്ലാം എടുത്തു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കരുതി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരുന്ന ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടായിരുന്നു. അപ്പം പകുതി പുട്ടെടുത്തു. പിന്നെ ദോശയുടെ മാവുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദോശയും പകുതി പുട്ടും 3 പാളയംകോടൻ പഴമായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അങ്ങനെ അതെല്ലാം കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞ് അതിനുശേഷം മുറിക്കൊക്കെ തൂത്തിറക്കാൻ നേരത്തെ വാവ ഉറങ്ങുന്നതിന് ഈ പണിയെല്ലാം തീർക്കണമല്ലോ. അപ്പം ഫുഡെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം മുറിക്കകം തൂത്തിറക്കാൻ നേരത്തെ മുറിക്കകമൊക്കെ തൂത്തിറക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുഞ്ഞാവയുടെ കാര്യങ്ങൾ ഈസി ആയിട്ട് നോക്കാമല്ലോ. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ പണി തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പാടില്ല. അതുകൊണ്ട് തന്നെ രാവിലെ മുറിക്കകമൊക്കെ തൂത്തിറക്കി. അപ്പോൾ അതെല്ലാം ആ പണിയെല്ലാം കഴിഞ്ഞു. ഇനി കുഞ്ഞാവയുടെ കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പം ഞാൻ മുറിക്കകമൊക്കെ തൂത്തിറക്കി എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കുഞ്ഞാവ ഉണർന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുക അതിനുശേഷം നമ്മുടെ പച്ചടിക്ക് കടുകൊന്നും വറുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ പച്ചടിക്ക് കടുക് വറുത്തു. എന്താ പറയുക തൈര് ഒഴിച്ചു. തൈര് പച്ചടിക്കകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇതെല്ലാം റെഡിയാക്കി പച്ചടി റെഡിയാക്കി സെറ്റാക്കി അവിടെ മാറ്റി വെച്ചു. നല്ല സൂപ്പർ പച്ചടിയാണ് കേട്ടോ. അടിപൊളി പച്ചടിയാണ്, നല്ല ടേസ്റ്റാണ്. അങ്ങനെ അതിനുശേഷം ചക്ക ഇളക്കാമെന്നും പറഞ്ഞ് ചക്കയുടെ പരിപാടിയിലിരുന്നു. അപ്പോൾ നമ്മുടെ കുഞ്ഞാവ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും ബൈ.